മൈൻക്രാഫ്റ്റിന്റെ നമ്മുടെ ലെറ്റ്സ് പ്ലേ മൾട്ടിപ്ലെയറിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പൊ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് ചെയ്യണത്? എവിടെ എവിടെ നീ അപ്പൊ നമ്മള് കളിക്കുകയാണെങ്കിൽ മൈൻക്രാഫ്റ്റ് കളിക്കാണ്. ചിന്തിച്ചൊക്കെ ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തി, അവിടെ തൊട്ടാണ് തുടങ്ങണമെന്ന് ഞാൻ പറയില്ല, കാരണം ഇത്തിരി പ്രോഗ്രസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വാടാ ഇതിന് മുമ്പ് ഞാൻ 2 ക്ലിപ്പ് ഇടുന്നുണ്ട്. ഞാൻ മരം മുറിക്കാൻ പോവുകയും ചെയ്യും, പിന്നെ വേറെ ഒരു ക്ലിപ്പ് ഒക്കെ ഇട്ടുണ്ട് ഗൈസ്. അത് നിങ്ങൾ കണ്ടിട്ട് ഇപ്പൊ തന്നെ വാ ഗൈസ്. അപ്പോൾ ഒരു 25,000 കിട്ടി ഗൈസ്. അപ്പോൾ ഇഷാന് വേണ്ടി നിങ്ങളാരും പറഞ്ഞു ഇഷാന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇഷാൻ കുറച്ച് കഴിയുമ്പോൾ കയറുമെന്ന് തോന്നുന്നു. ഇഷാന് വേണ്ടി ഒരു ഗിഫ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഫുൾ അയൺ ആർമർ അവന് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ പിന്നെ അത് എൻ്റെ അയൺ ആർമർ എൻ്റെ മേത്തന്നെ നടക്കുന്നുണ്ട്. അത്ര മൈനിങ്ങിനൊക്കെ പോയി നമുക്ക് പിറ്റേഴ്സ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമ്മുടെ ഒരു 13 ഉണ്ട്. പിന്നെ ഒരു കുട്ടപ്പനെ നമ്മൾ കൊണ്ടുവന്നുണ്ട് കേട്ടോ, സ്ക്രീമിങ് കോട്ട്. ഇത് അവനോട് ഗിഫ്റ്റ് ഞാൻ അവനോട് കൊണ്ടുവന്നുണ്ട്. സ്ക്രീമിങ് കോട്ടാ, വെറും കോട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നുണ്ട് നമ്മൾ. ഓക്കെ, ഇനിയിപ്പോൾ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇത് അവൻ്റെ ലൂട്ടം ചത്തിട്ട് പോയിട്ടുണ്ടായിരുന്നേ. വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. നമുക്ക് 13 ബാക്കിയുള്ള അയ്യണും പിന്നെ ഞാൻ മുമ്പത്തെ അയ്യണൊക്കെ കൊടുത്തിട്ട് ഒരു ബക്കറ്റും 2 ബക്കറ്റ് ഉണ്ടാക്കി 2 പേർക്ക് ഉണ്ട്. അവന് ഇത്രയും കൂടി ഞാൻ ജസ്റ്റ് ഇത്രയും കൂടി കൂട്ടുണ്ട്. കണ്ട സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ ഇഷാൻ ബ്രോ. ഓക്കെ, ഫുൾ അയൺ ആർമറും പിന്നെ ടൂൾസും. പക്ഷെ അവനോട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ഇതില്ലാത്ത കാര്യം ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ഇത്ര സാധനങ്ങൾ അയ്യാണ്ട് അവൻ ഉണ്ടാക്കി വെച്ചും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവന് ഇഷ്ടപ്പെടുക എനിക്കറിയില്ല. നമ്മളെ കഷ്ടപ്പാടാണ് ഈ ഫോണിലിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. എന്നെ കണ്ടാ നീ? എന്റെ മേത്ത് കണ്ടാ നീ? എന്റെ ഫസ്റ്റത്തെ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു തരാ. ഇതാണ് എന്റെ ഫസ്റ്റത്തെ ഗിഫ്റ്റ്. റൊണാൾഡോ അല്ലേ ഇത്? റൊണാൾഡോ ഞാൻ വലിയ ഫാനാ. എനിക്കൊരു ഓട്ടോഗ്രാഫ് കിട്ടും, ഓട്ടോഗ്രാഫ് പ്ലീസ്. എന്റെ ബാക്ക് അയ്യോ എന്റെ ബാക്കിൽ ഓട്ടോഗ്രാഫ് ചെയ്തെന്ന്. താങ്ക് യു. ഓക്കെ വന്നേ. അടെ സാധനം ഇങ്ങോട്ട് വാ. എന്റെ അടുത്ത് വാ. ഇങ്ങോട്ട് വാ. ഇത് എടുത്ത് ഇതാണെന്ന് ഇത് വായിച്ചു നോക്കും. ഇഷാൻസിലൂട്ടല്ലേ? അതൊക്കെ എടുത്തോ. എടുത്തില്ല, ഫുള്ള് എടുത്തില്ല. നിനക്ക് ആവശ്യമുള്ളൊക്കെ എടുത്തിട്ട് എനിക്ക് ഇതൊന്നും ആവശ്യമില്ല. അടുത്ത് ഇനിയുണ്ടല്ലോ തുടരട്ടെ. ഇതൊന്ന് വായിച്ചു നോക്കി. ഇതിന്റെ മുമ്പ് ഇതൊന്ന് വായിച്ചു നോക്കൂ. ഏതാ ഇത്? സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ ഇഷാൻ ബ്രോ. വെയിറ്റ്, ഞാൻ ഒരു സാധനം കൂടി കളഞ്ഞിട്ട് തുറക്കണത് എടാ. എന്റെ 2 വുഡൻ തുറക്കട്ടെ. താങ്ക് യു ബ്രോ. അയ്യോ ഗോട്ട് ഇറങ്ങി. കെട്ടിയിട്ടുണ്ട് അവനെ. ഓക്കെ സെറ്റാവ് ഫുള്ളിട്ട് അയൺ ആർമർ. ടൂൾസും പിടിക്കി കയ്യില്. ടൂൾസ് ഉണ്ട് കയ്യില്. കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. പക്ഷേ ടൂൾസ് ഉണ്ട്, ഒരു ബക്കറ്റും ഉണ്ട് MLG ചെയ്യാൻ വേണ്ടിട്ട്. എടാ ഇല്ല, ലാപ്പസ് വെച്ചിട്ടുണ്ട്. ലാപ്പസ് സന്തോഷായ നിന്റെ മുഖം നോക്കട്ടെ. ഞാൻ മുഖം കാണിക്കാം. മുഖം കണ്ടോ? അതെ, സന്തോഷത്തെ കൊണ്ട് നിക്കാൻ വയ്യ. എടാ ബെഡ് ഇട്ട് ഉറങ്ങിയാടോ നമുക്ക് ഇടുന്ന് നോക്ക്. എവിടെ അടിച്ചോ? അടിക്കരുത്. നമുക്കൊന്ന് ഇന്ന് വില്ലേജ് മറ്റേ ഇത് റെയ്ഡ് ഔട്ട് പോസ്റ്റ്. എവിടെയത്? ഔട്ട് പോസ്റ്റ് റെയ്ഡ്. അവിടെ അയൻകോളത്തിന് കൊല്ലാം. കൊല്ലല്ലേ രക്ഷപ്പെടുത്താനല്ലേ? കൊല്ലണം.
വേണ്ട രക്ഷത്ര പാചൊക്കെ എന്ത് പാവൊന്നല്ല. അത് ഞാനൊന്ന് വരട്ടാ. ഇവെന്താണ് ഇത്? ഡ്രീമിന്റെ അപ്പൂപ്പനെ ബ്ലോക്ക് പൊട്ടിയിരുന്നിട്ടാ. ചിത്രം എടുത്തോ എടുത്തോ എടുക്ക്. എനിക്കിതിനാ പാവന്റെ അക്കരായിരുന്നു. ഞാൻ തീർത്തു. നല്ല ഒരു കൊമ്പത്ത് വരെ എടാ മറ്റേനെ മാത്രം കൊല്ലരുത്. തലയില് ബാനറില് ബാക്കിയൊക്കെ വന്നോ. അവനെ കൊന്ന കളി മാറും. ഓ എല്ലാരും കൊന്നേ. എല്ലാരും എല്ലാരും അറിഞ്ഞു. ഞങ്ങള് പോസ്റ്റ് ഫുള്ള് റൈഡ് ചെയ്ത് കഴിച്ചാൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് സ്പീഡിലും കാണിച്ചിരുന്നു. ഈ ചായ ഇടയ്ക്ക് ചത്തു. അപ്പോൾ ഈ ചാൻ്റെ ലൂട്ടൊക്കെ ഞാൻ തിരിച്ചൊക്കെ കൊടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളത്തെ ടെസ്റ്റത്തെ ലൂട്ടൊക്കെ എടുത്തു. ഇതിന് തത്തുമ്പോൾ ഈ ചാൻ്റെ കയറാൻ നല്ല ടഫായിരുന്നു. ബ്ലോക്കൊന്നും ഇല്ലാതെ കാരണം എന്നിട്ട് അവൻ അവസാനം അവിടെ എത്തിയപ്പോൾ അവന് നമ്മുടെ ലൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുൾ റൈഡ് ചെയ്തു കഴിച്ചു. ഈ ഒന്ന് വെയിറ്റ് ചെയ്യൊന്നും ചെയ്യലേ. ഞാൻ വൈറ്റട ഞാൻ കൊല്ലാൻ എന്നെ കൊന്നാനെ. എന്താ എനിക്ക് ഓടാൻ പറ്റാ. ാക്കിയില്ലേ ഒരു വൃത്തിയോടനെ 10 നമ്മള് ശ്രദ്ധിക്കാതായിരിക്കും. 5 ദിവസം ഞാനാക്കിയതാ. ബാക്കി എനിക്ക് ഓർമ്മയില്ല. കേർക്ക് എടുക്കുമ്പല്ലേ ഞാൻ അടാ ഇവനെ കൊണ്ട് എന്റെ കുറച്ച് തൊട്ട് വേഗം ക്രീപ്പർ തോന്നിയതായിരുന്നു. എടാ ഞാൻ ഇവിടെ ഒരു ഫയർ ആസ്പെക്റ്റിന്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്കിയിട്ടുണ്ട്. പിന്നെ ട്രേഡ് നോക്കിയ നീ ട്രേഡ് നോക്കിയ എന്റെ പേർത്തേക്ക് എത്ര എടുത്ത് പറയൂ. 15 മിനിറ്റ് എത്ര എടുത്തുള്ളൂ. ഓളെ വൃത്തിയാണ് ഇതിലാ. അവിടെ അടിക്കല്ലേ ഒന്നുമില്ല. ഫുഡൊന്നുമില്ല. ഫുഡിന്റെ നെതറിൽ പോണാ. ആളെ എന്ത് സെറ്റപ്പ് ആയിട്ട് പോയവര് നേരെ കയറിണ്ട് ചാവാൻ. ഞാൻ അതിന് ക്രാഫ്റ്റിന്റെ എന്റെ ഇവിടെ ക്രാഫ്റ്റിന്റെ ഞാൻ പിന്നെ എവിടെ പോയി നോക്കിയേ. ഫിൻജൻ സ്റ്റീലിന് എന്തെങ്കിലും വേണ്ടേ? എന്തോ വേണല്ലോ. ഓ ചാർക്കോ 2 ബ്ലോക്ക് വെച്ച് പോരെ. എടാ ഓക്കെ ഇനിയിപ്പോ കത്തിക്ക് അതെങ്ങനെയാ അച്ചീവ്മെന്റ് കിട്ടാ? ബെഡ് റോക്ക് അല്ലേ അത്? മൾട്ടിപ്ലെയർ കളിക്കുമ്പോ നിനക്ക് കിട്ടിയാ? എവിടെ? എനിക്ക് കിട്ടി മേളില്. കാണിച്ചു നിനക്ക് ഇൻടു ദ നെതർന്ന്. എടാ ഞാൻ കേറിയിട്ടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാ. കേറിയില്ല ഇവിടെ. എനിക്ക് കിട്ടിയില്ല. ഇൻടു ദ നെതർന്ന്. ഇവിടെ ഗോൾഡ്. എടാ ഞാൻ മൈൻഡ് ചെയ്തു. നീ നീക്ക്. കിട്ടി ഇൻടു ദ നെതർ. കിട്ടി. ഞാൻ വേറെ സ്ഥലത്ത് പോവാ. ഞാൻ പോയിട്ട് ഇതെടുക്കട്ടെ. നമുക്ക് ഫാമൊക്കെ ഉണ്ടാകും. എന്ത് ഫാം ഉണ്ടാക്കണേ? ഇത് വേണ്ടോ? ഒബ്സർവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണേ ഈ സാധനം വേണ്ടേ? നമ്മള് നല്ല സ്ഥലത്താണല്ലേ സ്പോണായേ. ഡേഞ്ചർ ഒന്നും ഇല്ല. എടാ ഇവിടെ ഒരു റൂം പോലെ ഉണ്ടാക്കിയറാ. ഞങ്ങൾ ഫുൾ ഓടി നടക്കായിരുന്നു. എല്ലാം കൂടി മൈൻഡ് ചെയ്ത് നമ്മൾ നോക്കിയപ്പോൾ അടിക്ക് ഇറങ്ങാൻ വഴിയൊന്നുമില്ല. ഞങ്ങൾ കുറേ അടിക്ക് ഇറങ്ങാൻ നോക്കി. അടിക്ക് ഇറങ്ങിയിട്ട് ഇനി കയറി നടക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ അടിക്ക് ഇറങ്ങാൻ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ കിട്ട ഗോൾഡ് കൊണ്ട് അവൻ എനിക്കൊരു ബൂട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടു. അവനുണ്ടായിരുന്നില്ല. ഞങ്ങൾ തപ്പാൻ വേണ്ടിയായിരുന്നു. ഇത് ഗോൾഡ് അപ്പിയപ്പോൾ അടിയായിരുന്നു ഈ സ്കൊണ്ട്. അപ്പോൾ അടിക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. കാണിച്ചത് കണ്ടു ഞാൻ ക്രൗറ്റ് നല്ലതാ. It was at this moment that he പെട്ടെന്ന്. അയ്യോ ഞാൻ എന്ത് ചെയ്യും?
നീ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ അടിക്ക് പോ. ഞാൻ വരാൻ വരുന്നു. ഇതാടെ ഇവിടെ പിഗ്ലനൊക്കെ ഉണ്ട്. അവൻ ചത്താറ് ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ട് എടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ 10 മണി എല്ലാം ഞങ്ങൾ ചെയ്ത് നോക്കി. പക്ഷെ അവന്റെ ലൂട്ട് എടുക്കാൻ പറ്റുന്ന സടിക്ക് ഞങ്ങൾക്ക് റീച്ച് ആവാനുള്ള ബ്ലോക്ക് വയ്ക്കാൻ വേണ്ടി. അങ്ങനെ അവസാനം അവൻ പോയി. ഞങ്ങൾക്ക് എനിക്കാണെങ്കിൽ എടുക്കാനും പറ്റില്ല. ആ വിഷമമുണ്ട് എനിക്ക്. ഗൈസ് ഈ ഷാൻ്റെ ലൂട്ട് അടിയിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിഗ്ലിയാണ് ഞാൻ അടുത്തങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഈ ഷാൻ്റെ ലൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഗൈസ് എനിക്ക് റീച്ച് ആവണം. ഞാൻ ഇപ്പം എന്ത് ചെയ്യുന്നു? അവൻ്റെ ലൂട്ട് പോയ ചെക്കന് സങ്കടമാവും. ഇതൊന്നും നേരെ അടിക്കാനോട് ചടിക്കല ഗൈസ്. അവൻ്റെ ലൂട്ട് എടുക്കാൻ വേണ്ടി എന്ത് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. 2, 1 ഇഷാനെ നിനക്ക് വേണ്ടി മാത്രം. ഞാനങ്ങനെ ചത്തിരിക്കുന്നു. ഇഷാനെ ബ്ലോക്ക് ചെയ്യുന്നു.